ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ എൻ്റെ ആണെങ്കിൽ എന്തോ ഒരു ഐറ്റം മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സ്പോഞ്ചിൻ്റെ ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു ക്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഫ്ലവർ ലാമ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇത് ഫ്ലവർ മേക്കിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പിയാണ്. ഇത് നമുക്ക് കടയിൽ 20 രൂപയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ കമ്പി ഇതുപോലെ ഒന്ന് വളച്ചെടുത്ത് നമുക്കൊന്ന് ആ ഫ്ലവർ ലാമ്പ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നൊരു ഹോൾഡറാക്കി നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്കിനി ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു LED ലൈറ്റാണ്. ഇത് 30 രൂപയ്ക്കൊക്കെ കടകളിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലാമ്പ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് എൻ്റെ ബാക്കി മിച്ചമുള്ളത് ഇതുപോലെ ഒന്ന് വിരലിലൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ചുറ്റി എടുത്തിട്ട് നമ്മുടെ കമ്പിയുടെ അറ്റഭാഗത്തായിട്ട് ഒരു നൂൽക്കമ്പി വെച്ചിട്ട് നന്നായിട്ട് സ്ട്രോങ് ആയിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലൈറ്റ് നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് ഫിറ്റ് ചെയ്തെടുത്തു. ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഓണാക്കിയൊക്കെ നോക്കുന്നുണ്ട്, ഏതെങ്കിലും ലൈറ്റിൻ്റെ എങ്ങാനും തെളിയാതെ എങ്ങാനും വന്നാലെന്ന് കരുതി. ഇനി ഇതുപോലത്തെ ഷീറ്റാണ്, ഇതാണ് ഞാൻ സ്പോഞ്ച് ഷീറ്റ് എന്നാണ് പറയുന്നത്, ഇത് കറക്റ്റാണെന്ന് അറിയില്ല. ഇതുപോലത്തെ ഒരു ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് TVയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നൂൽക്കമ്പി ഒന്ന് ഇതുപോലെ ഒന്ന് ഈ ഒരു ഷേപ്പിൽ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ സ്പോഞ്ച് ഷീറ്റിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം പെറ്റൽസ് നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഓരോ പെറ്റൽസ് ഞാൻ കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഷീറ്റൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുള്ളൂ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി വീട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ചധികം പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്കിതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹോൾഡറിലോട്ട് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ പെറ്റൽസ് എല്ലാം ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഗ്ലൂ അതിലോട്ട് പറ്റാത്ത, ഗ്ലൂ ഗണ്ണിൻ്റെ അറ്റമൊക്കെ പറ്റാതെ നോക്കണം, കാരണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉരുകിപ്പോവും. അപ്പോൾ പെറ്റൽസ് എല്ലാം ഓരോന്നായിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്ലവർ എവിടെ ഹോൾഡ് ചെയ്ത് ഉറപ്പിച്ച് വെക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതുപോലത്തെ ഒരു കുപ്പി എൻ്റെ ഉണ്ടെന്ന് ഞാൻ ഓർക്കുന്നത്. ഇത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നാണ് കേട്ടോ. കുറേ നാൾ മുന്നേ തന്നാണ്. ഇപ്പോഴാണ് ഇതൊന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയത് ഇതെന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഫ്ലവർ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇറക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ക്രേ പേപ്പർ ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലീവ്സിൻ്റെ ആകൃതിയിലാണെങ്കിൽ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് അതൊന്ന് ബാക്ക് സൈഡിലായിട്ട് ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലവറിൻ്റെ സ്റ്റെമ്മിലാണെങ്കിൽ ഞാനാണെങ്കിൽ ഗ്രീൻ ലീവ്സിൻ്റെ ലേസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുപ്പിയിലോട്ട് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് നോക്കുമായിരുന്നു എങ്ങനെ ഇരിക്കും കാണാനായിട്ടെന്നൊക്കെ. ഇത് ലൈറ്റൊക്കെ ഓഫായി കഴിയുമ്പോൾ കാണുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഈ കുപ്പി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് മൗൾഡ് ക്ലേ എടുത്തു. എന്നിട്ട് സിലിക്കോൺ മോൾഡിൽ വെച്ചിട്ട് ഇതുപോലത്തെ ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തു. അത് ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കുപ്പി ഫുള്ളൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് കളർ ചെയ്തൊക്കെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുപ്പി കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ക്ലേ ഒട്ടിച്ച ഭാഗത്തായിട്ട് കുറച്ച് ഗോൾഡൻ പൗഡർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ക്ലേയിലെ ആ ഡിസൈനൊക്കെ നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബോട്ടിൻ്റെ നെക്കിലും കുറച്ച് ഗോൾഡൻ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ലാമ്പിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഏതെങ്കിലും കുറച്ച് ഇനി പെയിൻറ്റ് ചെയ്താൽ അങ്ങനെ ഇരിക്കും എന്നറിയത്തില്ല. കളർ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഞാനതിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസ്ക് ഒന്നും എടുത്തില്ല. ഞാൻ ആ വൈറ്റായിട്ട് തന്നെ ഞാൻ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം ആണല്ലോ. അപ്പോൾ അടുത്ത ദിവസം മറ്റേ അടിപൊളി വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ.